ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കിയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതായത് 6ാം ക്ലാസ്സിലെ രണ്ട് ബുക്കായിട്ടാണുള്ളത് അല്ലേ. അതിലെ സെക്കൻഡ് ബുക്കിലെ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്ന വേറൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാക്കി ഒരു 5 ക്ലാസ് ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പോയിട്ട് കാണുക കേട്ടോ. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇത്. പ്ലേലിസ്റ്റിലെ പോലെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും കിട്ടും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ് വരെ ദശാംശ സംഖ്യകളുടെ അഡീഷൻ ആയിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഈ ക്ലാസ് മുതൽ ദശാംശ സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ, ഗുണനമാണ് പറയുന്നത് കേട്ടോ. അതിൽ ഗുണനല്ല, അഡീഷനും വരാം, സബ്ട്രാക്ഷനും ഒക്കെ വരാം ഗുണനത്തില്. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സുമ 4.3 സെന്റിമീറ്റർ വീതം നീളമുള്ള 3 കഷണം ഈർക്കൽ ഉപയോഗിച്ച് ഒരു ത്രികോണം ഉണ്ടാക്കി അല്ലെ. ഒരു ത്രികോണം ഉണ്ടാക്കി എന്നാ പറയുന്നത്. ത്രികോണത്തിന്റെ 3 വശങ്ങളും എത്ര ആണ്? 4.3, 4.3, 4.3. അങ്ങനെയാണെങ്കിൽ ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ ഈ 3ഉം കൂടി കൂട്ടിയാലും മതി. 3ഉം കൂടി കൂട്ടി നോക്കാം അല്ലെ. അപ്പൊ ഇവിടെ 3ഉം കൂട്ടി കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്താലും മതി? ഗുണിച്ചാലും മതി കേട്ടോ. അത് നമുക്ക് നോക്കാം. അതായത് ഇവിടെ നമുക്ക് കൂട്ടി നോക്കാം. 4 ചുറ്റളവ് എന്ന് പറയുമ്പോൾ 3ഉം കൂടി കൂട്ടുക അല്ലെ. 4.3 കൂട്ടണം, 4.3 കൂട്ടണം, 4.3, 9, 12 എന്ന് വരും. 12.9 സെന്റിമീറ്റർ ആണ് ചുറ്റളവ് വരുന്നത്. അപ്പൊ നമുക്കിത് 3 ആയതുകൊണ്ടാണ് കൂട്ടാൻ പറ്റിയത്. ഒരു 10 ആണെങ്കിലോ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ 3ഉം സെയിം ആണ് അല്ലെ. 3ഉം സെയിം ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ ക്വാണ്ടിറ്റീനെ 4.3 ഏത് കൊണ്ട് ഗുണിച്ചാൽ മതി? 3 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ 3 ഈ 3 വശങ്ങളും കൂടി കൂട്ടിയിട്ടാണ് ചുറ്റളവാകുക. 3 വശങ്ങളും തുല്യമായതുകൊണ്ട് ഒരു വശം ഇൻറ്റു 3, 4.3 ഗുണിക്കണം 3 എത്ര വരിക? 3, 3, 9, 4, 3, 12, 12.9. 12.9 രണ്ടും സെയിം ആൻസർ തന്നെയല്ലേ കിട്ടിയത്? 12.9. ഇനി ഇങ്ങനെ പോയിന്റ് ഇടാണ്ട് നമുക്ക് ഗുണിക്കാം. അതായത് 43. സംഖ്യ ഇവിടെ 4.3 ആണ്. അതിനെ പോയിന്റ് ഇല്ലാണ്ട് 43 എന്ന് എടുക്കുക. 43 ഗുണിക്കണം 3, 9, 12. ഇനി നമുക്ക് വേണ്ടത് 4 പോയിന്റിന് ശേഷം എത്ര സ്ഥാനമാണ് വരുന്നത്? ഒരു സ്ഥാനല്ലേ വരുന്നത്. ഒരു സ്ഥാനം വരുമ്പോൾ പോയിന്റിന് ശേഷം എത്ര സ്ഥാനം ഉത്തരത്തിലും വേണം? ഉത്തരത്തിലും പോയിന്റിന് ശേഷം ഒരു സ്ഥാനം. അതായത് ഇവിടെ നമുക്ക് ഗുണിക്കേണ്ടത് 4.3 ഗുണിക്കണം 3 ആണ്. അപ്പോൾ നമുക്ക് അതിനെ പോയിന്റ് ഇല്ലാണ്ട് 43 ഗുണിക്കണം 3 എന്ന് എഴുതി 129 എന്ന് കിട്ടി. 129 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് 129 അല്ല ആൻസർ അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത് 4.3 ആണ്. നമ്മൾ 43 ഗുണിക്കണം 3 ആണ് ചെയ്തതിന്. അപ്പൊ പോയിന്റ് നോക്കുക. ഇവിടെ രണ്ട് സംഖ്യകളാണ് ഉള്ളത് അല്ലെ. അതായത് 4.3 വന്നു, 3 വന്നു. രണ്ടിലും ദശാംശ സ്ഥാനം എത്രയുണ്ടെന്ന് എണ്ണുക. 4.3 ഒരു ദശാംശ സ്ഥാനം, 3 ദശാംശ സ്ഥാനം ഒന്നുമില്ല. അപ്പൊ ആകെ രണ്ടിലും കൂടി കൂട്ടിയിട്ട് ഒരു ദശാംശ സ്ഥാനം മാത്രമേ ഉള്ളൂ. അപ്പൊ ഉത്തരത്തിൽ എത്ര ദശാംശ സ്ഥാനം കൊടുക്കുക? ഉത്തരത്തിൽ ഒരു ദശാംശ സ്ഥാനം കൊടുക്കുക. നമ്മുടെ ഉത്തരം 12.9. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിന് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതേപോലെയാണ്. പോയിന്റ്, അതായത് ഡെസിമൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ പോയിന്റ് ഇടാൻ കറക്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ എത്ര നമ്പർ ഉണ്ടോ അതിലൊക്കെ എത്ര പോയിന്റ് ഉണ്ട് അതൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഉത്തരത്തിൽ എഴുതുന്നത്. 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഷർട്ട് തയ്ക്കാൻ 1.45 മീറ്റർ തുണി വേണം. ക്ലാസ്സിലെ 34 കുട്ടികൾക്ക് ഷർട്ട് തയ്ക്കാൻ ആകെ എത്ര മീറ്റർ തുണി വേണം? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? 1.45 കൂട്ടണം. അങ്ങനെ 34 തവണ 1.45 ആഡ് ചെയ്യണം അല്ലെ. ബുദ്ധിമുട്ടല്ലേ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് 2 നമ്പറാണ് ഉള്ളത്. 1.45 അത് എത്ര തവണ ആഡ് ചെയ്യണം? 34 തവണ ആഡ് ചെയ്യണം. അപ്പൊ 34 തവണ ആഡ് ചെയ്യുന്നതിന് പകരം 1.45 ഗുണിക്കണം 34 എന്ന് കണ്ടുപിടിച്ചാൽ മതി. 1.45 ഗുണിക്കണം 34. ഇപ്പൊ പോയിന്റ് ഇല്ലാണ്ട് നിങ്ങൾ ഗുണിക്കുക. 145നെ 34 കൊണ്ട് ഗുണിക്കുക. ഇപ്പൊ 145 ഗുണിക്കണം 34, 4930 എന്ന് കിട്ടി. 4930. നമ്മുടെ ആൻസർ 4930 ആണോ? അല്ല അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക. ചോദ്യത്തില് 145 ഗുണിക്കണം 34 ആണ്. 145 ഗുണിക്കണം 34. അപ്പൊ പോയിന്റ് ഉണ്ടല്ലേ. അതായത് 1.45 ആണ്. 1.45 എത്ര ദശാംശ സ്ഥാനം വന്നു? 2 ദശാംശ സ്ഥാനം വന്നു.
34 ഇല്ല, ദശാംശ സ്ഥാനവും ഇല്ല. അപ്പൊ രണ്ടിലും കൂടി കൂട്ടി എത്ര ദശാംശ സ്ഥാനം ഉണ്ട്? 2 ദശാംശ സ്ഥാനങ്ങൾ വന്നു അല്ലെ. അപ്പൊ ഉത്തരത്തിൽ എത്ര ദശാംശ സ്ഥാനം വേണം? ഉത്തരത്തിൽ 2 ദശാംശ സ്ഥാനം വേണം. എവിടുന്നാ എണ്ണുക? ഈ 0 എന്നല്ല, ഇങ്ങോട്ടാണ് നമ്മൾ ദശാംശ സ്ഥാനങ്ങൾ എണ്ണുക. ഈ സൈഡ് കേട്ടോ, ഇങ്ങോട്ടാണ് ദശാംശ സ്ഥാനങ്ങൾ എണ്ണുക. അപ്പൊ 0-ന് 1.32 ദശാംശമായി അല്ലെ. അപ്പൊ ആൻസർ എത്രയാ വരിക? 49.30. 49.30 ആയിരിക്കും ആൻസർ വരുന്നത്. അപ്പൊ എത്ര മീറ്റർ തുണി വേണം? 49.30. അതിന് വേണമെങ്കിൽ നമുക്ക് 49.3 മീറ്റർ എന്ന് എഴുതാം കേട്ടോ. മീറ്റർ. അതായത് ഇതിന്റെ റൈറ്റ് സൈഡിൽ 0 വന്നാൽ അതിന് വാല്യൂ ഇല്ല. ഇത് ഓർമ്മിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നീളം 8.5 മീറ്ററും വീതി 6.5 സെന്റിമീറ്ററും നീളം 8.5 സെന്റിമീറ്ററും വീതി 6.5 സെന്റിമീറ്ററും ആയുള്ള ചതുരത്തിന്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ചതുരത്തിന്റെ പരപ്പളവ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ചതുരത്തിന്റെ പരപ്പളവ് സമം നീളം ഗുണിക്കണം വീതി. നീളം ഗുണിക്കണം വീതി. അപ്പൊ ഒരു ചതുരാണല്ലേ. ചതുരത്തിന്റെ ഏതൊക്കെ വശങ്ങളാണ് തന്നിരിക്കുന്നത്? ചതുരത്തിന് ആകെ 2 വശങ്ങളേ ഉള്ളൂ അല്ലെ, നീളവും വീതിയും. നീളം നമുക്ക് 8.5 തന്നിട്ടുണ്ട്, വീതി 6.5. അപ്പൊ പരപ്പളവ് നീളം ഗുണിക്കണം വീതി, അതായത് 8.5 ഗുണിക്കണം 6.5. അപ്പൊ ഈ പോയിന്റ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഗുണിക്കുക കേട്ടോ. അതായത് 85-നെ 65 കൊണ്ടൊന്ന് ഗുണിക്കുക. നമുക്ക് ഗുണിച്ചാൽ കിട്ടുന്നത് 5525 ആണ്. 5525. ഇനി പോയിന്റ് നോക്കണം അല്ലെ. അതായത് 8.5 പോയിന്റിന് ശേഷം ഒരു നമ്പർ ആണുള്ളത്, 6.5 പോയിന്റിന് ശേഷം ഒരു നമ്പർ. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം വേണം? ടോട്ടൽ 2 ദശാംശ സ്ഥാനങ്ങൾ വേണം. ഇനി ഉത്തരത്തില് അതായത് 2 ദശാംശ സ്ഥാനങ്ങൾ ഇവിടെ നിന്നാണ് എണ്ണേണ്ടത്. ഈ 5 എണ്ണുക അല്ലെ. 5-ൽ ഒരു ദശാംശ സ്ഥാനം, 2-ൽ അടുത്ത ദശാംശ സ്ഥാനം. അപ്പൊ എവിടെയാ വരിക? ഇവിടെയാണ് പോയിന്റ് വരുന്നത്. അതായത് ഉത്തരം 55.25. 55.25 യൂണിറ്റ് എഴുതണം. പരപ്പളവാണ്. പരപ്പളവിന്റെ യൂണിറ്റ് വശങ്ങൾ സെന്റിമീറ്ററിൽ തന്നതുകൊണ്ട് പരപ്പളവിൻ്റെത് ചതുരശ്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതും കേട്ടോ. സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമചതുരത്തിന്റെ ചുറ്റളവ് എത്ര? അതാണ് സമചതുരാണ്. സമചതുരത്തിന്റെ പ്രത്യേകത എന്താണ്? സമചതുരത്തിന്റെ പ്രത്യേകത എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അതായത് എല്ലാ വശങ്ങളും 6.4 എന്ന് തന്നിട്ടുണ്ട്. 6.4 6.4. ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യന്റെ അതേ മോഡലാണ് അല്ലെ. അപ്പൊ ഇവിടെ സമചതുരം 4 വശങ്ങളും തുല്യം. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമുക്ക് തൊട്ട് മുന്നേ 3 വശങ്ങളും തുല്യമായ ത്രികോണത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിച്ചു. ഇവിടെ 4 വശങ്ങളും തുല്യമായ സമചതുരമാണ് അല്ലെ. ആ സമചതുരത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം. ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കുക? 4 കൂടി കൂട്ടിയാൽ മതി അല്ലെ. 4 കൂടി കൂട്ടുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? അതായത് ഏത് സംഖ്യയാണോ അത് ഗുണിക്കണം 4 ചെയ്താൽ മതി. 6.4 ഇവിടെ. എല്ലാ സൈഡും 6.4 ആണ്. 4 വശങ്ങളാണുള്ളത്. അതായത് 6.4 ഗുണിക്കണം 4 എന്ന് വരും. ഗുണിച്ചാൽ എത്രയാ വരിക? 16 വരും. 6 4 24 25 വരും അല്ലെ. അപ്പൊ പോയിന്റിന് ശേഷം ഒരു നമ്പർ ആണുള്ളത്. അപ്പൊ ഉത്തരത്തിലും ഒരു നമ്പർ മതി. 25.6. ഇത്രയും ചുറ്റളവാണ്. അതുകൊണ്ട് സെയിം യൂണിറ്റ് തന്നെ സെന്റിമീറ്റർ. 25.6 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6.45 മീറ്റർ 6.45 മീറ്റർ വീതം നീളമുള്ള 3 കമ്പികൾ അറ്റത്തോടറ്റം ചേർത്ത് വെച്ച് ആകെ എത്ര നീളമുണ്ടാകും? അതായത് ഒരു കമ്പി 6.45, അടുത്തതും 6.45, അടുത്തതും 6.45. അങ്ങനെ 3 കമ്പികൾ ചേർത്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ആകെ നീളം എത്രയായിരിക്കും? എന്ത് ചെയ്താൽ മതി? 6.45 കൂട്ടണം 6.45 കൂട്ടണം 6.45 അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? 6.45 ഗുണിക്കണം 3 ചെയ്താൽ മതി അല്ലെ. ഗുണിക്കണം 3. 15 12 13 വരും. 19 അല്ലെ. 19.35 19.35 മീറ്റർ. 19.35 മീറ്റർ ആയിരിക്കും ആ കമ്പിയുടെ ആകെ നീളം. 19.35 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സഞ്ചിയിൽ 4.575 കിലോഗ്രാം പഞ്ചസാര കൊള്ളും. ഇത്തരം 8 സഞ്ചികളിൽ ആകെ എത്ര പഞ്ചസാര നിറയ്ക്കുക? അപ്പൊ എത്ര സഞ്ചികളുണ്ട്? 1 2 3 4 5 6
8 സഞ്ചികളിൽ ഓരോന്നും എത്ര കൊള്ളുന്ന പറഞ്ഞിരിക്കുന്നത് 4.575. ഈ 8 എണ്ണത്തിലും 4.575 കിലോഗ്രാം പഞ്ചസാര കൊള്ളും. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര പഞ്ചസാര ഉണ്ടാകും? ആകെ എത്ര പഞ്ചസാര, അതായത് 8 സഞ്ചികളിലും കൂടി ആകെ എത്ര പഞ്ചസാര ഉണ്ടാകും? 4.575 ഗുണിക്കണം 8 ചെയ്താൽ മതി അല്ലെ? ഗുണിക്കണം 8. 8 5 40 വരും. 8 7 56, 56 60 വരും. 8 5 40, 46 വരും. 36 വരും അല്ലെ? 36.600. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 4575 8 കൊണ്ട് ഗുണിക്കുക. ഉത്തരത്തിൽ 3 ദശാംശ സ്ഥാനങ്ങൾ കൊടുക്കുക. എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടുക 36.600. അതായത് ഈ പൂജ്യങ്ങൾ ആവശ്യമില്ല. റൈറ്റ് സൈഡിൽ വരുന്ന പൂജ്യങ്ങൾ നമുക്ക് ആവശ്യമില്ല, പോയിന്റിന് ശേഷം വരുന്നത് കേട്ടോ. അപ്പൊ ഇതിനെ 36.6 എന്ന് എഴുതാം. 36.6 എന്താ യൂണിറ്റ്? കിലോഗ്രാം. അപ്പോൾ 8 സഞ്ചികളിലും കൂടി ആകെ പഞ്ചസാര, എത്ര പഞ്ചസാര നിറക്കാൻ പറ്റും? 8 സഞ്ചികളിലും കൂടി ആകെ പഞ്ചസാരയുടെ അളവ് 36.6 കിലോഗ്രാം ആയിരിക്കും. 36.6 കിലോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4.50 രൂപ. 16 കിലോഗ്രാം അരി വാങ്ങാൻ എത്ര രൂപ വേണം? അപ്പൊ എന്താ ചെയ്യേണ്ടത്? 34.50 ഗുണിക്കണം 16 അല്ലെ? 1 കിലോഗ്രാം അരിൻ്റെത് 34.50. അങ്ങനെയാണെങ്കിൽ 14 കിലോഗ്രാം അരി വാങ്ങാൻ 34.50 ഗുണിക്കണം 16. അപ്പൊ എന്ത് ചെയ്യാം? നമുക്കിത് പോയിന്റ് ഒഴിവാക്കിയിട്ട് ഗുണിക്കാം. 34, ഈ പൂജ്യത്തിന് വാല്യൂ ഇല്ല എന്ന് മനസ്സിലായില്ലേ? അപ്പൊ 345 എന്ന് എഴുതിയാൽ മതി കേട്ടോ. 0 8 ഗുണിച്ചാലും സെയിം ആൻസർ തന്നെയാ വരിക. ഇവിടെ 345നെ ഏതുകൊണ്ട് ഗുണിക്കുക? 16 കൊണ്ട് ഗുണിക്കുക. 345നെ 16 കൊണ്ട് ഗുണിക്കുക. 345നെ 16 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 5520 ആണ്. ഇനി നമുക്ക് നോക്കണം അല്ലെ? ഇവിടെ നമ്മൾ 345 ആ 0 ഒഴിവാക്കിയിട്ടാണ് ചെയ്തത്. അപ്പൊ പോയിന്റിന് ശേഷം എത്ര ദശാംശ സ്ഥാനമാണുള്ളത്? 1 ദശാംശ സ്ഥാനമേ ഉള്ളൂ. അപ്പൊ ഇവിടെ 0.0ന്റെ അവിടെ പോയിന്റ് വരും അല്ലെ? അപ്പൊ ഉത്തരം എത്രയാണ്? 0 നമുക്ക് വാല്യൂ ഇല്ല എന്നറിയാം. അപ്പൊ 552 രൂപ വേണം. എത്ര രൂപ വേണം? 552 രൂപ വേണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പാത്രത്തിലെ വെളിച്ചെണ്ണ 6 കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പിയിലും 0.475 ലിറ്റർ കൊള്ളും. പാത്രത്തിൽ എത്ര ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു? അപ്പൊ ആകെ വെളിച്ചെണ്ണയുടെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. 6 കുപ്പിയിലാക്കി നിറച്ചിട്ടുണ്ട്. അപ്പൊ 6 കുപ്പിയിലാക്കി നിറക്കുക എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുക അല്ലെ? എല്ലാം കൂടി ആഡ് ചെയ്യാ വേണ്ടത്. അതിന് പകരം എന്ത് ചെയ്താൽ മതി? 6 കുപ്പികളിൽ എത്ര വെളിച്ചെണ്ണ? 0.475. അപ്പൊ 6 ഗുണിക്കണം 0.475 എത്രയാന്ന് കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾ പോയിന്റ് ഇല്ലാണ്ട് ഗുണിക്കുക. 475നെ 6 കൊണ്ട് ഗുണിക്കുക. 475നെ 6 കൊണ്ട് ഗുണിച്ചാൽ 0.582 വരും. അപ്പൊ ഇവിടെ നമുക്ക് 3 സ്ഥാനങ്ങളാണ് ഉള്ളത് അല്ലെ? അപ്പൊ ഇവിടെയും 3 സ്ഥാനങ്ങൾ വരും. അപ്പൊ ആൻസർ എത്രയാ വരിക? 2.85. 0 ഒഴിവാക്കാം. ഈ 0 ഒഴിവാക്കിയിട്ട് 2.85 അത്രയും ലിറ്റർ. 2.75 ലിറ്റർ ആണ് ആകെയുള്ള വെളിച്ചെണ്ണ. 2.85 ലിറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8.35 മീറ്റർ നീളവും 3.2 മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയായ ഒരു മുറിയുടെ പരപ്പളവ്. അപ്പൊ ചതുരാകൃതിയായിട്ടുള്ള ഒരു മുറി തന്നിട്ടുണ്ട്. നീളം 8.35, വീതി 3.2. അപ്പൊ എങ്ങനെ പരപ്പളവ് കണ്ടുപിടിക്കുക? ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? നീളം ഗുണിക്കണം വീതി. പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ. വിസ്തീർണം എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. അപ്പൊ മുന്നത്തെ ടെക്സ്റ്റിലൊക്കെ വിസ്തീർണം എന്നാണ്, ഇപ്പോൾ വരുന്ന ടെക്സ്റ്റിലാണ് പരപ്പളവ് എന്ന് പറയുന്ന ഐഡിയ ഉപയോഗിക്കുന്നത്. പരപ്പളവ് എന്നത് ചതുരത്തിന്റെ പരപ്പളവ് നീളം ഗുണിക്കണം വീതിയാണ്. നീളം ഗുണിക്കണം വീതി. അപ്പോൾ നീളം 8.5 അല്ലെ? 8.35. 8.35 ഗുണിക്കണം 3.2. അപ്പൊ എന്ത് ചെയ്യുക? 835നെ 32 കൊണ്ട് ഗുണിക്കുക. 835നെ 32 കൊണ്ടൊന്ന് ഗുണിക്കുക. നോക്കണല്ലേ? നീളത്തിന് 2 ദശാംശ സ്ഥാനമുണ്ട്, വീതിക്ക് 1 ദശാംശം. ഇപ്പൊ ടോട്ടല് 3 ദശാംശ സ്ഥാനം വേണം. 3 ദശാംശ സ്ഥാനം. അപ്പൊ 7ന്റെ അവിടെ ദശാംശം വരും അല്ലെ? 720 3 അപ്പൊ നമുക്ക് ഇതിനെ വേണമെങ്കിൽ മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? 26.72. ഇത്രയും യൂണിറ്റ് എന്താ കൊടുക്കേണ്ടത്?
നീളവും വീതിയും മീറ്ററിലാണ്. അപ്പോൾ പരപ്പളവ് മീറ്റർ സ്ക്വയർ, ചതുരശ്ര മീറ്റർ എന്ന് വരും, അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി കേട്ടോ. 26.72 മീറ്റർ സ്ക്വയർ ആണ് ചതുരത്തിന്റെ പരപ്പളവ് വരുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.